വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന VMTVയുടെ ചെറുകിട സംരംഭകരെ സംരക്ഷിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക എന്ന ദൗത്യവുമായി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കുമാരസ്വാമി ചേട്ടൻ്റെ കടയിലാണ്. ഇത് ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് പ്രസിൻ്റെ മുൻപ് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ചെറുകട കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത്, അതായത് നമ്മുടെ തലസ്ഥാനത്ത് ചുക്ക് കാപ്പി കിട്ടുന്ന ഏക കടയാണ് ഈ കുമാരസ്വാമി ചേട്ടൻ്റേത്. നല്ല അഭിപ്രായമാണ്. എന്തെങ്കിലും തൊണ്ടവേദനയോ തലവേദനയോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ ചേട്ടൻ്റെ കൈപുണ്യത്തോടു കൂടി കിട്ടുന്ന ചുക്ക് കാപ്പിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. മാത്രമല്ല ചെറുകടികളാലും മറ്റ് ചായ, കട്ടൻ്റെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ തുളസിയിലയും മിൻറ്റും ഇട്ട് തരുന്ന അതിമനോഹരമായിട്ടുള്ള കാപ്പിയാണ്, കട്ടൻ ചായയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് വയറ്റിന് നമുക്ക് നല്ല ഒരു റിലാക്സേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരു ചായ ഇവിടെ ലഭിക്കുന്നു. നമുക്ക് ആ ചേട്ടൻ്റെ അടുത്തേക്ക് പോകും. ഇതാണ് നമ്മുടെ ഈ ഒരു സംരംഭത്തിൻ്റെ സംരംഭകൻ കുമാരസ്വാമി ചേട്ടൻ. ചേട്ടൻ എത്ര നാളായി ഇവിടെ കട തുടങ്ങിയിട്ട്? 42 കൊല്ലം. 42 കൊല്ലമായി ചേട്ടൻ ഇവിടെ കട തുടങ്ങിയിട്ട്. അപ്പോൾ ചേട്ടാ, എങ്ങനെയാണ് ഇവിടെ ഒരു കട തുടങ്ങുക എന്നുള്ള ഒരു ഐഡിയ മനസ്സിൽ വന്നത്? ഞാൻ അപ്പോൾ ആട്ടോ ഓടിയിരുന്നു. ആ സമയത്ത് അപ്പുറത്ത് ഒരു വിള കിടന്ന് ആ വിളയിൽ മുളയിട്ട് കയറ്റാൻ അങ്ങനെ വിൽക്കാൻ പറഞ്ഞു. അവിടെ വെച്ച് അവിടെ കെട്ടണമെന്ന് അങ്ങനെ മതിയാക്കി വീട്ടിലിരുന്നു. പിന്നെ ഇവിടുത്തെ പാർട്ടിക്കാരെല്ലാം ചേർന്ന് എല്ലാ പാർട്ടിക്കാരെല്ലാം ചേർന്ന് എന്നെ വിളിച്ച് ഗവൺമെൻറ് പ്രസിഡന്റ് സൂപ്രണ്ട് മുന്നേ കൊണ്ടുപോയി ഇവിടെ ചവറ് കിടന്നു. ആ ചവറ് നീക്കിയിട്ട് ഇവിടെ ഒരു തട്ടി വയ്ക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് ഒരു പേപ്പർ വന്നു. അങ്ങനെ 22 വയസ്സിലാണ് തുടങ്ങിയത്. ഇപ്പം എനിക്ക് 46 വയസ്സായി. ഇവിടെ തുടങ്ങി 4 പെൺമക്കളാണ്. ആൺമക്കളൊന്നുമില്ല, 4 പേരെ അയച്ച്. ഈ ഒരു കടയുടെ വരുമാനത്തിൽ നിന്ന് തന്നെയാണോ ഈ മക്കളെ എല്ലാം കല്യാണം കഴിച്ച് അയച്ചത്? ഈ ഒരു കടയുടെ വരുമാനത്തിൽ തന്നെ ഈ മക്കളെല്ലാം അയച്ചത്. നാനും എൻ്റെ ഭാര്യയും ഉള്ളത്. രണ്ടുപേരും കൂടെ കൂട്ടായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ ഒരു ചെറിയ സംരംഭം. ഇപ്പം എൻ്റെ ഭാര്യ ചെയ്യണമുണ്ട്, ഞാനും എൻ്റെ ഭാര്യ മകളാണ് ചെയ്യുന്നത്. അപ്പൊ ചേട്ടന്റെ സ്വദേശം എവിടെയാണ്? സ്വന്തം സ്ഥലം മാർത്താണ്ഡം. അമ്മയുടെ കുടുംബം ഇവിടെയാണ്. അച്ഛൻ്റെ കുടുംബം ഇവിടെ. അപ്പൊ ചേട്ടൻ എവിടെയാണ് താമസം? വീടൊക്കെ എവിടെയാണ്? ഇപ്പം രാജാജി നഗറിലാണ് താമസം. രാജാജി നഗറിലാണ്. രാവിലെ എത്ര മണിക്കാണ് ഈ കട തുറക്കുന്നത്? രാവിലെ 6 മണിക്ക് തുറക്കും. രാവിലെ 6 മണിക്ക് തുറക്കും. വൈകുന്നേരം 7 മണിക്ക് അടയ്ക്കും. 7 മണിക്ക് അടയ്ക്കും. അപ്പൊ രാവിലെ മുതൽ ഇവിടെ നല്ല തിക്കും തിരക്കൊക്കെ ആയിരിക്കുമല്ലോ. സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരും എല്ലാവരും ഈ ഒരു കടയെ ആശ്രയിക്കുന്നത്. ചായ എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത? ഇവിടെ പ്രത്യേകത കാര്യങ്ങളല്ല, എല്ലാ പലരും മായം ചേർക്കാതെ എല്ലാം വൃത്തിയായിട്ട് പലരും. പിന്നെ പരിപ്പുവട, ഉഴുന്തവട, ഉള്ളി വരാനും പ്രധാനം. ഉള്ളി വരാൻ മുട്ട വെച്ച് ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം പ്രധാനം. സെക്രട്ടറിയിലുള്ള എല്ലാവരും ഇവിടെ നിന്ന് ചാവടിക്കാൻ പറഞ്ഞത്. പ്രസ് ക്ലബിലുള്ളത് പ്രസ് 5 തരം ചെറുകടികളെങ്കിലും ഇവിടെ കാണുമല്ലേ? ഇല്ല, ഇപ്പോൾ ദിവസം ഒരു 12 സൈസിലെ കടികൾ കാണും. 12 സൈസിലെ ചെറുകടികളുണ്ട്, എപ്പം കാണും. പിന്നെ അവധി ദിവസം ഞായറാഴ്ച മാത്രം തുറക്കൂല. ഞായറാഴ്ച ചേട്ടനില്ലാത്ത ദിവസം ഇവിടുത്തെ കസ്റ്റമേഴ്സിന് ഭയങ്കര വിഷമമാണ്. ചേട്ടന്റെ കടയെ അത്രയധികം ആശ്രയിക്കുന്ന ഇപ്പം ഇടയ്ക്ക് വയ്യാതെ ആശുപത്രി നടന്ന് 1.5 മാസം വരെ എൻ്റെ കട അടച്ചിടന്ന് പറഞ്ഞു. എൻ്റെ നമ്പർ അറിയാമെന്നുള്ള ആളെല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്. വിളിച്ച് എൻ്റെ കട അടക്കാത്തതിന് ഇവിടെ വന്ന് ആശ്രയിക്കുന്ന ആൾക്കാരിൽ അത്രയധികം ചേട്ടനെ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു എന്നതിന്റെ പിന്നെ നാട്ടുകാർ സഹായം ഒരുപാട് പേര് എനിക്കുണ്ട്. ആ സഹായത്തിനാലാണ് ഞാൻ ഇവിടെ നടങ്ങി തട്ട് നടത്തിക്കൊണ്ട് പറഞ്ഞത്. ആരും എന്തരം പറഞ്ഞൊന്നും മിണ്ടില്ല. പിന്നെ എല്ലാവരും സ്വന്തം തട്ടുമറിയാൻ അപാവ് തന്നെ വന്ന് അപാവ് തന്നെ പൈസ വാങ്ങുകയും അപാവ് തന്നെ നല്ല തിരക്കുള്ള സമയത്തിന് അപാവ് തന്നെ സഹായിച്ചു തരും. ഗവൺമെന്റ് ജോലിക്കാരെ തന്നെ സഹായിച്ചു തരും. ഉണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. ഇല്ല, ഞാൻ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ലൈസൻസ് കിട്ടിയ വെച്ച് അങ്ങനെ വെച്ച് പേറ്റിരിക്കാനാണ്. തുളസിയില കട്ടലിൽ തുളസിയില ഇട്ട് കൊടുക്കും, തേങ്ങയില ഇട്ട് കൊടുക്കും, നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കും, ഇഞ്ചി ഇട്ട് കൊടുക്കും. പിന്നെ ചുക്കാപ്പി ഉണ്ടാകും. മരുന്ന് ഭാഗം നമ്മൾ വീട്ടിൽ വെച്ച് തയ്യാറിച്ചാണ് ആ ചുക്കാപ്പി കൊടുക്കുന്നത്. അത് കഫക്കെട്ടിക്ക്, പനിക്ക്,
എല്ലാത്തിനും കൊള്ളതാണ് ഈ ഒരു വരുന്നവരുടെ ആരോഗ്യം കൂടി ശ്രദ്ധിച്ചാണ് ചേട്ടൻ ഇതെല്ലാം കൊടുക്കുന്നത്. എല്ലാം പിന്നെ അതേമാതിരി ചൂടുവെള്ളത്തിൽ തന്നെ ക്ലാസ് ചായ ക്ലാസ് രണ്ടാം ചൂടുവെള്ളത്തിൽ കഴിക്കാനാണ് കൊടുക്കുന്നത്. ചാച്ചി പോകാം അങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ ഈ തിരുവനന്തപുരത്ത് ചുക്ക് കാപ്പി കിട്ടുന്ന ഒരേ ഒരു കട ഇതെന്നാണ് ഇവിടെ വന്ന കസ്റ്റമറൊക്കെ പറഞ്ഞത്. നേരത്തെ ചെറിയ കടയായിരുന്നു. ഇപ്പം അത് கொஞ்சம் പൈസ എടുത്ത് ഒരു സ്റ്റീൽ പോലെ ഒരു കട ഉണ്ടാക്കി വെച്ച് വരയ്ക്കാനും വെറുതെ ഇരിക്കാനും. അപ്പൊ എന്താ ചുക്ക് കാപ്പി കൊടുക്കാനുള്ള ഒരു ഇത് എങ്ങനെയാണ് ചേട്ടന് വന്നത്? ചുക്കാപ്പി വരുന്ന എൻ്റെ അച്ഛൻ പണ്ട് ചെറുപ്രായത്തിൽ തമിഴ്നാട്ടിൽ എൻ്റെ അച്ഛൻ ചെയ്യോടെ ഞങ്ങൾക്കെല്ലാം ആ ചുക്കാപ്പിയാണ് തരണം. പണിയുണ്ട്. അന്ന് ആസ്പത്രിയൊന്നും ഇല്ല. ആസ്പത്രി ഇല്ലാത്തത് എൻ്റെ അപ്പ അങ്ങനെയാണ് ഈ ചുക്കാപ്പി തരണം. ഓലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിലെന്തൊക്കെ ചേർക്കണം എന്നുള്ളതൊക്കെ കിട്ടിയതാണല്ലേ വരുന്നവർക്ക് അവരുടെ ഒരു ആരോഗ്യത്തിന് വേണ്ടി. പനി അങ്ങനെ തൊണ്ടവേദന പനിയോ രാവിലെ ഒരു ചുക്കാപ്പി കുടിച്ചാൽ ഒരുമാതിരിപ്പെട്ട പനിയായിരുന്നാലും തൊണ്ടവേദന ആയിരുന്നാലും തലവേദന ആയിരുന്നാലും ഏതായിരുന്നാലും അതങ്ങ് മാറിപ്പോകും. അതാണ് അഭിപ്രായം. സാധാരണ കടക്കാരെ അപേക്ഷിച്ച് ചേട്ടൻ വരുന്നവരുടെ ഒരു ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതാണ് ഇവിടെ ഇത്രയധികം തിരക്കുകളും ഇപ്പൊ ഈ ഉച്ച സമയമാകൊണ്ടാണ് ഇന്ന് ബാങ്കൊന്നും ഇല്ല. ബാങ്കുകളില്ലാത്തതാണ് തിരക്ക് കുറവാണ്. നല്ല തിരക്കായിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ നല്ല തിരക്ക് നമുക്ക് കാണാൻ കഴിയും. നല്ല തിരക്കായിരിക്കും. ഇത് വെച്ച് തന്നെ എൻ്റെ മക്കളെല്ലാം അയച്ചതും എടുത്തതും എല്ലാം വേറെ ഒരു വരുമാനമൊന്നും ഇല്ലാതാക്കി. ചേട്ടൻ്റെ ഒരു കഷ്ടപ്പാടിന്റെ അധ്വാനത്തിന്റെ ഫലമാണ്. അത് 42 വർഷമായിട്ടുള്ള ഒരു കടയാണ്. ഞാൻ അത് ക്ലിയറാ പറയൂടെ. എൻ്റെ മൂത്ത മോള് 1 വയസ്സിലാണ് ഞാൻ ഈ തട്ട് വെച്ചത്. ഇപ്പം അവൾക്ക് 42 വയസ്സായി. അതാണ് ഇത്ര കൃത്യം ഞാൻ പറയൂടെ. ഇത് അതെല്ലാവർക്കും ഇവിടെ പല ആൾക്കാരും എല്ലാവർക്കും അറിയാം. ഈ തട്ട് ഇത്ര കൊല്ലം കൊണ്ട് അവിടെ ഇരിക്കുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മുട്ട ബജി എന്ന് പറയുന്നത് ഭയങ്കര അധികം സ്പെഷ്യലാണ് കേട്ടോ. മറ്റെവിടെ കിട്ടുന്നതിനേക്കാളും ഇതിൻ്റെ അകത്ത് ഒരു മസാല മിക്സ് ഉണ്ട്. ആ മസാല മിക്സ് വമ്പൻ ടേസ്റ്റ് ആണെന്നാണ് ഇവിടെ വന്ന കസ്റ്റമേഴ്സ് എല്ലാം പറഞ്ഞിരുന്നത്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ചേട്ടൻ്റെ പേരെന്തോ? എൻ്റെ പേര് മുരുകൻ. ചേട്ടൻ ഇവിടെ നിന്നാണ് സ്ഥിരം ഈ കട്ടനൊക്കെ കുടിക്കുന്നത്? എന്താണ് ആ ചേട്ടൻ്റെ ഒരു സ്പെഷ്യൽ കട്ടന്? നല്ല കട്ടൻ ചായ തരും. ചായക്ക് ചെറിയ ചൂട് കാണും. പിന്നെ തുളസിയിലയാണ്. നല്ലതല്ലേ? നമ്മളൊരു റിലാക്സേഷനും ഒരു വയറിനൊരു സുഖമൊക്കെ കിട്ടുമല്ലോ ചേട്ടന്. എത്ര വർഷമായി ചേട്ടന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കട്ടൻ കുടിക്കാൻ തുടങ്ങിയിട്ട്? ഏകദേശം ഒരു 10-20 വർഷമായി. 10-20 വർഷം കൊണ്ടുള്ള കടയാണത്. ആദ്യം വേറെ സൈഡിലായിരുന്നു. ഇപ്പോൾ പണിയൊക്കെ ചെയ്തിങ്ങനായി. ഈ ചെറിയ കടയായിരുന്നു. ഇയാൾ പഴയ ഓട്ടോക്കാരനായിരുന്നു. ഓട്ടോ ഡ്രൈവറായിരുന്നു. തമ്പാനൂർ സ്റ്റാൻഡിലാണ് ഓടിക്കൊണ്ടത്. ഞാൻ അവിടെയാണ് വണ്ടി ഓടുന്നത്. ഞങ്ങളൊരു 10-30 വർഷത്തിന് മുമ്പ് 30 വർഷത്തോളമായി വണ്ടി ഓടിക്കൊണ്ടിരുന്നവരാണ്. അതിനൊരു വന്ന് ഇദ്ദേഹത്തിന് സുഖമില്ലാതായപ്പോൾ ഈ കട ചെറുതായിട്ട് തുടങ്ങിയത്. അങ്ങോട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ കുടിക്കുമ്പോൾ നല്ല ചായ തരണോണ്ടാണ് ഇവിടെ കുടിക്കുന്നത്. നമ്മളെപ്പോലെ പരിചയമുള്ള വീട്ടിലുള്ള ആൾക്കാർ വേറെ ഉണ്ടെങ്കിലും നമുക്ക് ചായ നല്ല ചായ തരുന്നുണ്ട്. ഇത് വൃത്തിയായിട്ട് തരും. ചേട്ടനപ്പോൾ തമ്പാനൂരിലാണ് ഇവിടെ വന്നത്? തമ്പാനൂരിലാണ് ഇവിടെ വന്നത്. അപ്പൊ അവിടെയൊക്കെ കടകളുണ്ടായിട്ടും അപ്പൊ ഈ ഒരു ചേട്ടന്റെ കൈപുണ്യം കൊണ്ടാണല്ലേ ചേട്ടൻ അവിടുന്ന് വണ്ടി ഓടിച്ച് ഇവിടെ വന്ന്? സാധാരണ വണ്ടി ഒരു ഓട്ടോറിക്ഷ ഓട്ടം കിട്ടൂലേ? സ്റ്റാച്യൂലൊക്കെ ഓട്ടം കിട്ടുമ്പോഴാണ് ഇവിടെ ചായ കുടിച്ചിട്ട്. എന്തായാലും ഈ ഒരു പരിസരത്ത് വരുമ്പോ ചേട്ടൻ എന്തായാലും ചായ കുടിക്കും. ചേട്ടന് എന്താട്ടോ ചേട്ടന്റെ പേര്? എന്റെ പേര് മണിയസ് നായർ. മണിയസ് നായർ. ചേട്ടൻ ചുക്ക് കാപ്പിയാണോ കുടിക്കുന്നത്? ചുക്ക് കാപ്പി. എന്താണ് ഇവിടുത്തെ ഒരു ചുക്ക് കാപ്പിയുടെ ഒരു സ്പെഷ്യൽ? ചുക്ക് സ്പെഷ്യൽ അല്ല, തിരുവനന്തപുരത്ത് ചുക്ക് കാപ്പി കിട്ടുന്ന കടയിൽ മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ? അതാണല്ലേ ഈ കടയുടെ പ്രത്യേകത? ഞാൻ ഇങ്ങോട്ട് മുകളിലേക്ക് ഓട്ടം വരുമ്പോഴേ സ്റ്റാച്യു ഭാഗത്തേക്ക് ഓട്ടം വരുമ്പോൾ ഇവിടെ വരുത്തി വണ്ടിയുടെ വീട്ടിൽ നിർത്തും. ഇങ്ങനെ ചായ കൊണ്ടുതരിക പതിവ്. പിന്നെ ഞാൻ ഇങ്ങനെ ഇറങ്ങില്ല. നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഇറങ്ങുന്നുള്ളതേ ഉള്ളൂ. ചേട്ടന് ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമർ ഈ ഒരു ഭാഗത്ത് വരുമ്പോ ചേട്ടന് ഇവിടുന്ന് കുടിക്കാറുണ്ടോ? ചേട്ടൻ ഒരു കൈപ്പുണ്യം. കട്ടൻ ചായക്ക് നമ്മൾ തൊണ്ടവേദനയൊക്കെ ഇവിടെ വന്നൊരു കട്ടൻ ചായ കുടിച്ചാൽ തൊണ്ടയ്ക്കൊക്കെ അത്രയധികം ആശ്വാസമായിരിക്കും.
ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് പറയുമോ? ഇവിടെ വന്നിട്ട് പറഞ്ഞുണ്ട് ഫ്രണ്ട്സൊക്കെ വരും. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കംപ്ലീറ്റ് വിടുന്നല്ലേ രാവിലെ ഉച്ചയ്ക്ക് ഇവിടുന്ന് ചായ കുടി പരിപാടിയൊക്കെ. ഈ ഒരു ലഞ്ചിന്റെ സമയം ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കാണ്. അപ്പൊ രാവിലെയും വൈകിട്ടൊക്കെ നല്ല തിരക്കായിട്ട് കാണാം. നല്ല പറയത്തില്ല, ഡീസന്റ് ആള്. മാന്യമായിട്ട് പെരുമാറുന്നത്. കുഴപ്പമൊന്നുമില്ല. എന്താ പേര്? ആറുമുഖമാണ് എന്റെ പേര്. ആറുമുഖം. ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത്. എങ്ങനെ ഉണ്ടായി? എഗ് ബജ്ജി ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു? നല്ല മസാല ഒക്കെ ഉണ്ട്. അപ്പൊ കട്ടൻ കുടിച്ചിട്ട് എങ്ങനെ ഇലയൊക്കെ ദോശ ഇലയൊക്കെ ഇട്ടത് കട്ടനാണ്? നല്ല ഈ തൊണ്ടയ്ക്ക് നല്ല ഒരു ഇതാണ്. ജലദോഷമൊക്കെ മാറാൻ നല്ല. അപ്പൊ എവിടുന്നാണ് ഇപ്പൊ വരുന്നത്? ഞാൻ കരമനയെന്നാണ്. കരമനയിൽ നിന്ന് ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണ്? ബുക്ക് വാങ്ങാൻ വന്നതാണ്. ബുക്ക് വാങ്ങാൻ വന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു കടയിലോട്ട് വന്നത്? അല്ല, ഇത് എനിക്ക് ഇങ്ങനെ നാടൻ സ്റ്റൈൽ മീൻസ് ലൈക്ക് വലിയ വലിയ ഹോട്ടലിൽ പോലെ ഇങ്ങനെ ചെറിയ കടകളിലൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങോട്ട് വന്നതിലുള്ള ഒരു സംതൃപ്തി കിട്ടിയോ? ആ ഒരു കടിയിലും നല്ല കടിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഈ കടയിലോട്ട് വരും. ഫ്രണ്ട്സിനെ കൊണ്ടുവരും. നമ്മുടെ കസ്റ്റമർ ആയിട്ടുള്ള പിന്നെ ആറുമുഖൻ സന്തോഷത്തിലാണ്. ആദ്യമായിട്ടാണ് വരുന്നത്. അതിന്റെ ഒരു സന്തോഷം അതിന്റെ ഒരു മുഖത്ത് കാണാൻ പറ്റും. ആ ഒരു കടി ആയാലും എഗ് ബജ്ജി ആയാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു പരിസരത്തോട്ട് വരുമ്പോഴത്തേക്കും എന്തായാലും ഫ്രണ്ട്സിനെയും കൂട്ടി ഇങ്ങോട്ട് വരുമെന്നാണ് പറയുന്നത്. ചേച്ചി എന്താ പേര്? എന്റെ പേര് അംബിക. ചേച്ചിയുടെ പേര് ഗിരിജയാണ്. ഗിരിജ. അപ്പൊ എന്നും ഈ ഒരു കടയിൽ വരാറുണ്ടോ? എന്നും വരും. എന്നും വരാറുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ BSNL ഓഫീസിലുള്ളവരാണ്. അവിടെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ എല്ലാ ദിവസവും വരും. എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും ഈ ഒരു കടയിൽ തന്നെ വന്ന് ഇങ്ങനെ ചായ കഴിയാനുള്ളത്? അങ്ങനെയല്ല, ഞങ്ങൾക്ക് നല്ല സംതൃപ്തിയോടെ കഴിക്കാം. കൊടുക്കുന്ന പൈസക്ക് നമുക്ക് അത് മാത്രമല്ല, നല്ല വൃത്തിയുണ്ട്. നീറ്റാണ് സാധനങ്ങളല്ല, പരിസരവും നീറ്റാണ്, സാധനവും നീറ്റാണ്. നമുക്ക് അതാണല്ലോ ഏറ്റവും വലിയ. അത് തന്നെയാണ് നമ്മുടെ ഈ കഴിക്കുക. ആഹാരം സംതൃപ്തിയോട് തരിക, വൃത്തിയുള്ള ഭക്ഷണങ്ങൾ മറ്റുള്ളവർക്ക് വിളമ്പുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. ഏറ്റവും നമ്പർ 1 അതാണ്. ഏറ്റവും പരിസരം വൃത്തിയാണ് ഏറ്റവും. അത് രാവിലെ ഒന്ന് നല്ല നീറ്റാ. അതുകൊണ്ടാണ് നമ്മളിവിടെ രാവിലെയും വൈകിട്ടും ഒക്കെ. 3 മണിക്ക് വരും. 3 നേരവും വരും. 3 മണിക്ക് വരും. അപ്പൊ എന്തായാലും വരുമ്പോ ഇവിടെ തന്നെയാണല്ലേ വരുന്നത്? ആശ്രയിക്കാതെ ഇവിടുത്തെ കട ഉണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ്. ഇടയ്ക്ക് ആളിന് സുഖമില്ലെങ്കിൽ മാത്രം കട അടച്ചു. അപ്പൊ നമ്മളെ ചായ കുടിയും പോയി. ചായ കുടിയില്ല. അപ്പൊ അത്രയധികം ഇഷ്ടപ്പെട്ട് വരുന്ന നിങ്ങൾക്ക് തന്നെ അറിയാലോ ഈ പരിസരം നോക്കുമ്പോ. അതെ, അതാണ് നമ്മൾ നോക്കേണ്ടത്. തിരക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചേട്ടൻ്റെ ആ ഒരു കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ആ ഒരു എന്താ പെരുമാറ്റവും ആ ഒരു കൈപ്പുണ്യം എല്ലാം അതുകൊണ്ടായിരിക്കും ഇത്രയധികം കസ്റ്റമേഴ്സ് വരുന്നത്. ഓക്കെ, സംതൃപ്തിയല്ലേ സന്തോഷമാണ്. ചേട്ടന്റെ കടയിൽ നിന്ന് ചായ കുടിക്കുന്നതിൽ പരം സന്തോഷം കൂടിയാണ്. മനസാക്ഷിയുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് നമുക്ക് വലിയ വലിയ ഹോട്ടലുകളിൽ പോകാൻ നമുക്ക് തുറക്കണേ. അപ്പൊ നമ്മളെ പോലെയുള്ളവരെ വന്നാലേ അവർക്കും ഇത് കച്ചവടം നടക്കുള്ളൂ. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞുള്ള ഒരു 10 രൂപയാണ്. എന്ത് വലിയ വേറെ ഇപ്പൊ ഒരു മറ്റേ AC റൂമിലൊക്കെ പോകുമ്പോ ഇത് 50-100 രൂപയല്ലേ ആണല്ലോ. അപ്പൊ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കടയാണ് ചേട്ടൻ്റെത്. കസ്റ്റമേഴ്സിനോടുള്ള ഒരു പെരുമാറ്റം കൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളെ വർഷങ്ങൾ കൊണ്ട് ഈ ഒരു കടയിൽ ആശ്രയിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ സെൻട്രൽ എക്സ്ചേഞ്ചിലാണ്. അപ്പൊ എല്ലാ ദിവസവും ചേട്ടന്റെ കട തുറന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദിവസവും ഈ കടയിൽ എല്ലാ ദിവസവും തുറന്നിട്ടില്ലേ നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത്
സ്റ്റാച്യുവിനടുത്തുള്ള ഗവൺമെൻറ് പ്രസ്സിന് മുൻഭാഗത്തുള്ള കുമാർ ചേട്ടൻ്റെ കടയിലാണ്. അപ്പോൾ ഇത് കണ്ടവരാരും ഇവിടെ വന്ന് കഴിക്കാതെ ഇരിക്കരുത്. അത്രയ്ക്കും സ്പെഷ്യലായിട്ട് അത്രയ്ക്കും കെയർ ചെയ്തിട്ടാണ് ചേട്ടൻ ഓരോ സാധനങ്ങളും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. നമുക്ക് മനസ്സിന് സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഫുഡാണ്. കാരണം ഓരോ ചെറുകടികളും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇവിടുത്തെ ഒരു ചുക്ക് കാപ്പി എന്നുള്ളത് അത്രയ്ക്കും സ്പെഷ്യലാണ്. നമുക്കൊരു ആ ഒരു റിലാക്സേഷന് വേണ്ടിയും പിന്നെ മാത്രമല്ല ആ ഒരു തുളസിയില ഇട്ടതും പുതിനയില ഇട്ടതുമായിട്ടുള്ള കട്ടനും വളരെ നല്ല ഇതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരാളുമായി കാണും വരെ ക്യാമറാമാൻ അനിൽ ആനന്ദിനോടൊപ്പം അനുജ പ്രകാശ്.